ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മെനു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ iQOO Z3യുടെ അൺബോക്സിംഗും ഫസ്റ്റ് ഇംപ്രഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം ഇരിക്കുന്ന 8GB 128GB ഏസ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് നമ്മുടെ iQOO Z3 ഇരിക്കുന്നത്. സോ iQOO സീരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു OnePlusൻ്റെ ദാറ്റ് മീൻസ് ഏറ്റവും ലോ കോസ്റ്റിൽ മാക്സിമം ഫീച്ചർ പാക്കഡ് ഡിവൈസാണ്. അവർ 40Kയിൽ 888 കൊടുക്കുന്നു, 32Kയിൽ 870 കൊടുക്കുന്നു, ആൻഡ് ഫൈനലി ഇത് 20K സെഗ്മെൻറ്റിൽ അവർ സ്നാപ്ഡ്രാഗൺ 768 ദാറ്റ്സ് എ 5G ചിപ്പാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ iQOO Z3 വരുന്നത്. സോ എന്ന് വെച്ചാൽ 20K റൗണ്ട് സെഗ്മെൻറ്റ് ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന സെഗ്മെൻറ്റാണ് ഗൈസ്. കാരണം നമുക്ക് ഓൾറെഡി മാർക്കറ്റ് ലീഡേഴ്സ് ഇവിടെ നമ്മുടെ പോക്കോ X3 Pro സ്നാപ്ഡ്രാഗൺ 860 വെച്ചിട്ടുണ്ട്. പക്ഷേ അത് IPS ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് നോട്ട് 10 Pro Max സൂപ്പർ AMOLED 120Hz വെച്ച് വന്നിട്ടുണ്ട്. പിന്നെ 108 MB ക്യാമറ, പിന്നെ നമ്മുടെ നോഡ് സി ലേറ്റസ്റ്റ് ലോഞ്ച് നോഡ് സി 5G നമ്മുടെ സ്നാപ്ഡ്രാഗൺ 750 5G ചിപ്പ് വെച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ iQOO Z3 പിന്നെ ഒരു സാധനം വരാനുണ്ട് നമ്മുടെ എംഐയുടെ, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സോ ടോട്ടലി നമുക്ക് ഈ ഒരു വീഡിയോ ഫുൾ ഫീച്ചർ പാക്ഡ് ആയിട്ടായിരിക്കും പറയാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് അൺബോക്സിംഗ് കിടക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ബോക്സ് പീൽ ഓഫ് ചെയ്യാം. ഓക്കെ, യെസ്. സോ നമ്മുടെ iQOOൻ്റെ ബോക്സ് ഓക്കെ, നല്ലൊരു പ്രീമിയം ഒരു ഗെയിമിംഗ് ഫോണിൻ്റെ ഒരു ലെവലിലൊരു ബോക്സാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് അറിയണ്ടോ, നല്ലൊരു ഗെയിമിംഗ് ഫോണിൻ്റെ സെഗ്മെൻറ്റിൽ തന്നെയുള്ള ഒരു ബോക്സാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതൊന്ന് പീൽ ഓഫ് ചെയ്യാം. ഓക്കെ, യെസ്, നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ചെറുതായിട്ടൊരു ഫിനിഷിൽ iQOO എന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഉണ്ട് iQOO എഴുതിയിട്ടുണ്ട് ചെറുതായിട്ട് ആ യെല്ലോയിൽ തന്നെ. പിന്നെ നമുക്ക് നമ്മുടെ ഇത് മാറ്റി വയ്ക്കാം. സോ ഹിയർ നമ്മുടെ ഫോൺ തന്നെ ഉണ്ട്, നമുക്കത് ജസ്റ്റ് എടുക്കാം. ഓക്കെ, സോ ഗൈസ് ഇതാണ് നമ്മുടെ iQOO Z3 5G മോഡൽ. ജസ്റ്റ് ഞാൻ പുറത്തെടുക്കാം. സോ ഗൈസ് നമ്മുടെ iQOO Z3 5G. സോ ഏസ് ബ്ലാക്ക് എന്നുള്ള കളറാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. സോ നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ട് നോക്കാം. സോ ഫസ്റ്റ് തന്നെ വന്ന് അതിനകത്ത് ഐറ്റംസിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. ഓക്കെ, നമുക്കൊരു കേസ് കിട്ടുന്നുണ്ട്, ട്രാൻസ്പെറൻറ്റ് കേസ്, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ നമുക്ക് ആ സേഫ്റ്റി ഇൻഫർമേഷന് ഇജക്ടർ പിന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ സോ ഇതിൻ്റെ ഇന്ത്യൻ സാർ വാല്യൂ ഞാൻ വായിക്കാം. സോ ഇന്ത്യൻ സാർ വാല്യൂ നമ്മുടെ ഹെഡിന് വന്നിരിക്കുന്നത് 0.94 നമ്മുടെ ബോഡിക്ക് വന്നിരിക്കുന്നത് 0.75 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ നോർമലി കുറച്ച് ഇൻസ്ട്രക്ഷൻസും മാനുവലും, പിന്നെ നമ്മുടെ ഒരു ഡേറ്റ കേബിൾ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടോ, ഡാറ്റ കേബിൾ. പിന്നെ ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ കമ്പനീസും നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നോർമലി അവർ ഏതാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിനേക്കാളും കുറഞ്ഞ കാര്യം കൊടുക്കുള്ളൂ. പക്ഷേ ഇവർ നേരെ തിരിച്ചാണ്. 55 വാട്ടാണ് നമ്മുടെ ഫോൺ സപ്പോർട്ട് ചെയ്തുള്ളൂ. പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്ന ചാർജർ എന്ന് വെച്ചാൽ 66 വാട്ട്. അതായത് നമ്മുടെ നോർമലി iQOO 7 ലെജൻഡിനൊക്കെ ചാർജ് ചെയ്യുന്ന 66 വാട്ട് ചാർജറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്ലാഷ് ചാർജ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാം, ഫ്ലാഷ് ചാർജ് 66 വാട്ട്. സോ നമ്മുടെ ബോക്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, തീർന്നു. ഓക്കെ, നമുക്ക് ബോക്സും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് തിരിച്ച് ഫോണിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ കേസ് ഇടാം ഫോണിൽ. അപ്പോൾ കേസ് ഇട്ടിട്ട് എങ്ങനെ ഇടുന്ന് നോക്കാം ലുക്ക്. ഓക്കെ, നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള കേസാണല്ലോ. ഇച്ചിരി ടൈറ്റാണ് കേട്ടോ ഗൈസ്, ഒന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ സെറ്റായി നമ്മുടെ iQOO Z3 ഞാൻ കേസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം ബൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, iQOO 5G പവർഡ് ബൈ ആൻഡ്രോയിഡ്. ഓക്കെ, നമുക്ക് ബൂട്ട് ടൈം ഞാൻ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യാം. സോ ഗൈസ് ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞ് കൺഗ്രാജുലേഷൻസ്, യുവർ ഫോൺ ഈസ് റെഡി. സോ സ്റ്റാർട്ട്. ഓക്കെ, ലോഡിങ്. യെസ്, ഡൺ ഗൈസ്. സോ ഗൈസ് ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, നമ്മളൊരു പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഇവർ കണ്ടുവന്നിരിക്കുന്നത്. സാധാരണ നമ്മളിപ്പോൾ എല്ലാം കണ്ട് നമ്മൾ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഒന്നെങ്കിൽ ഡിസ്പ്ലേ തന്നെയുള്ളൊരു സെൻറ്ററായിട്ടുള്ള പഞ്ച് ഹോൾ സെൽഫി ക്യാമറ, ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സെൻറ്ററിൽ ഓറിയൻറ്റഡ്. ബട്ട് ഇത് കാണുമ്പോൾ ഒരു 2020 സെഗ്മെൻറ്റിൽ പോയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു ഓൾഡ് ടൈപ്പ് ഫാഷൻ. ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് അല്ല അവർ ഫോളോ ചെയ്യുന്നത്, ഒരു 2020 സ്റ്റാൻഡേർഡ്സ്. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണൽ അബ്സല്യൂട്ട്ലി നിങ്ങളുടെ പേഴ്സണൽ
പ്രിഫറൻസ് ആണ്. നിങ്ങൾക്കിപ്പോൾ സെൻറ്റർ പഞ്ച് ഹോൾ ആണോ നല്ലത് അതോ ഇതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വാട്ടർ ഡ്രോപ്പ് നോച്ചായിരിക്കും ഇഷ്ടപ്പെടും, ചിലർക്ക് പഞ്ച് ഹോൾ ആയിരിക്കും. എനിക്ക് പേഴ്സണലി പ്രിഫർ മീൻസ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ ഇത് കുഴപ്പമില്ല, നമുക്കൊരു സെഗ്മെൻറ്റ് അവർ കോംപ്രമൈസ് ചെയ്തു. കാരണം അത് നമുക്ക് ഡിസ്പ്ലേ തന്നെ ഹോളിട്ട് വരുന്ന ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇത് നമ്മുടെ നോർമലായിട്ടൊരു പഞ്ച് ഹോൾ പോയിട്ട് പഴയ 2020 സ്റ്റാൻഡേർഡ്സ് പഴയ ഒരു വിവോയുടെ ഫോൺസിലൊക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എൻ്റെ ഗൈസ് ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇട്ട് വരാം. സോ ഇതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഗ്രാംസ് പറയുമ്പോൾ 185 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നല്ല അത്യാവശ്യം തിക്നെസ് കുറഞ്ഞൊരു 8.5 mm തിക്നെസ് ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല അത്യാവശ്യം സ്ലീക്ക് ഡിവൈസ് എന്ന് വേണം പറയാൻ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത് ഡിസ്പ്ലേ വലിയൊരു സീനുള്ള ഡിസ്പ്ലേ അല്ല. പക്ഷേ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട കാര്യം ഈ സെഗ്മെൻറ്റ് ഒരു കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നോച്ച് ഡിസ്പ്ലേ ആക്കി കളഞ്ഞു. പിന്നെ ഇതൊരു IPS LCD ഡിസ്പ്ലേ ആണ്. നോർമലായിട്ട് നമുക്കിപ്പോൾ ഈ സെഗ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ നോട്ട് 10 Pro Max അത് നോക്കുവാണെങ്കിൽ സൂപ്പർ AMOLED 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു IPS LCD. പക്ഷേ IPS LCD നമുക്ക് കുറവൊന്നുമില്ല, പക്ഷേ അത്ര ഒരു പഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ IPS LCD വേഴ്സസ് AMOLED ഡിഫറൻസ്. AMOLED കുറച്ചും കൂടെ കളേഴ്സ് എന്നൊക്കെ കുറച്ചും കൂടെ പഞ്ചി കളേഴ്സ് ആയിരിക്കും. ചില റെഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ഡീപ്പ് റെഡ് ആയിരിക്കും. ഗ്രീൻ എന്നൊക്കെ കുറച്ചും കൂടെ ഷാർപ്പ് ഗ്രീൻ ആയിരിക്കും. കുറച്ചും കൂടെ വൈബ്രൻസിയും ഷാർപ്പ്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു പെയിൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്ര ഒരു വൈബ്രൻസിയും ഷാർപ്പ്നെസ് ഉണ്ടാവില്ല. അതൊരു ചെറിയൊരു ഡിസൈൻഡ് IPS LCD ഇട്ട് പോയ കാരണം. പക്ഷേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. സോ ഇതിൻ്റെ റീഫ്രഷ് റേറ്റ്, സോ ഇതിൻ്റെ സ്മാർട്ട് സ്വിച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് കേട്ടോ 3 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 60 Hz, 90 Hz, 120 Hz അല്ലെങ്കിൽ സ്മാർട്ട് സ്വിച്ച്. കാരണം ഈ സ്മാർട്ട് സ്വിച്ച് യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ്. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ തന്നെ ഡിറ്റക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു സ്റ്റിൽ ഇമേജ് ആണെങ്കിൽ ജസ്റ്റ് 1 Hz വർക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് 1 Hz വർക്ക് ചെയ്യും. ഇനിയല്ല നമ്മളിപ്പോൾ ഡൈനാമിക്കായിട്ട് ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് 120 Hz. ഇപ്പോൾ നല്ല സ്മൂത്ത്നെസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല സ്മൂത്ത്നെസ് ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് 60 Hz ആക്കുകയാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ക്യാമറയിൽ പിടിക്കുമോ എന്ന് എനിക്ക് അറിയാമല്ല, ജസ്റ്റ് ഞാൻ ട്രൈ നോക്കാം. ഇപ്പോൾ സ്മാർട്ട് സ്വിച്ച് കിടക്കണം 120 ഇപ്പോൾ വർക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് 60 ആക്കാം. എന്നിട്ട് ആ സെയിം സ്ക്രോളിങ് ഞാൻ ചെയ്തു തരാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും ഒരു 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 ചെറിയൊരു ഇതുപോലെ ലാഗ് വരും. പക്ഷേ മറ്റാണെങ്കിൽ ഒറ്റ ഇതിന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഞാൻ തിരിച്ച് പെട്ടെന്ന് 120 തന്നെ ആക്കാം. സെറ്റിങ്സ്, ഡിസ്പ്ലേ, സ്ക്രീൻ റിഫ്രഷ് റേറ്റ്സ് 120 അല്ലെങ്കിൽ സ്മാർട്ട് സ്വിച്ച് രണ്ടും ഓക്കെയാണ്. സോറി, കണ്ടോ കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് ആണ്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് മോശം ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് 1080x2408 പിക്സൽസ് വരുന്നുണ്ട്. 401 pp 400 above pp വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു PPIയും പിക്സൽസ് പെർ റേഞ്ചും നല്ല പിക്സൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല 120 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. ഇപ്പോൾ കാണിച്ചാൽ 120 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്, ദാറ്റ് മീൻസ് ടച്ച് റെസ്പോൺസ് റേറ്റ്. അപ്പോൾ ഗെയിമിങ്സിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റർ റെസ്പോൺസും കിട്ടും. ഇപ്പോൾ നമുക്ക് ഒരു നമുക്കൊരു കമ്പാരിസന് വേണ്ടി നമുക്ക് ഡയറക്റ്റ് പോക്കോ X3 പോകാം. പോക്കോ X3ലാണ് നമുക്ക് ടച്ച് റെസ്പോൺസ് റേറ്റ് വരുന്നത് 240 Hz ആണ്. അത് വെച്ച് നോക്കുമ്പോൾ അത്ര പോരാ, എന്നാലും സ്റ്റിൽ അത്യാവശ്യം 180 Hz എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമുക്ക് വരുന്ന ചിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 768 5G ചിപ്പാണ് വരുന്നത്. ഒരു 7 nm പ്രോസസ്സർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു മാക്സിമം ക്ലോക്ക് സ്പീഡ് വെച്ചാൽ 2.8 GHz ആണ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാം ഞാൻ പോക്കോ X3 Pro ആയിട്ട് കമ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് 860 ചിപ്പാണ്. ഈ സെയിം പ്രൈസ് സെഗ്മെൻറ്റിൽ തന്നെയാണ്, അതും IPS ഡിസ്പ്ലേ. അതുകൊണ്ടാണ് ഞാൻ പോക്കോ X3 പോകണം. അതുകൊണ്ട് അവരൊന്നും പറയരുത്. ഓക്കെ, പോക്കോ X3 പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 860 ചിപ്പാണ് വരുന്നത്. അതിൻ്റെ നമുക്ക് ക്ലോക്ക് സ്പീഡ് നമുക്ക് 2.96 GHz ആണ് മാക്സിമം ക്ലോക്ക് സ്പീഡ്. ഇത് വരുന്നത് 2.8 GHz. പിന്നെ ഇതിൻ്റെ GPU വരുന്നത് Adreno 620 GPU ആണ് വരിക. പിന്നെ അത് മാത്രമല്ല മറ്റേ നമ്മൾ പോക്കോ X3 Pro ഒക്കെ ആണെങ്കിൽ 640 GPU ആണ് വരുന്നത്. രണ്ടും ദാറ്റ് മീൻസ് ഇത് നമ്മുടെ ലിക്വിഡ് കൂളിംഗ് വരുന്നുണ്ട് ഇതിനകത്ത്, ലിക്വിഡ് കൂളിംഗ്. അപ്പോൾ കുറച്ചും കൂടി ഒരു നമ്മൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ എന്തായാലും ഒന്നും അതും പറയാനില്ല. ഞാൻ ഫസ്റ്റ് ഇത് നമുക്ക് ഇതിന് ജസ്റ്റ് അൺബോക്സിങ്ങും പിന്നെ നാളെ നമുക്ക് ഇതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ്, പിന്നെ ഒരു ക്യാമറ റിവ്യൂ, പിന്നെ ഒരു ഗെയിമിംഗ് റിവ്യൂ, പിന്നെ ലാസ്റ്റ് ആയിരിക്കും എൻ്റെ ഒരു ഇനിഷ്യൽ റിവ്യൂ മീൻസ് ഒരു ഫൈനൽ കൺക്ലൂസീവ്. കാരണം അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പറയുക. പിന്നെ നമുക്ക് ലിക്വിഡ് കൂളിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യ രീതിയിൽ നല്ല രീതിയിൽ ഹൈ എൻഡ് ഗെയിമർ ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 5 ലെയർ ലിക്വിഡ് കൂളിംഗ് ഉണ്ടെന്നാണ് പറയുക. പിന്നെ ഒരു ഫീച്ചർ ഉണ്ട് കേസ്, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് എടുക്കുന്നത് മീൻസ് നമുക്ക് ബേസ് വേരിയൻറ്റ് വെച്ച് കഴിഞ്ഞാൽ 19999 ആണ് വരിക. അപ്പോൾ 6128 ഉള്ള വേരിയൻറ്റ്. പിന്നെ അത് മാത്രമല്ല 20999 ആണെങ്കിൽ 20990 എന്നോളൂ. അതിനകത്താണ് നമുക്ക് 8128 ഇപ്പം ഇരിക്കുന്ന മോഡൽ. പിന്നെ അത് മാത്രമേ അത് കഴിഞ്ഞിട്ട് പിന്നെ 825 ഇച്ചിരി കൂടിയൊരു മോഡലുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 8GB ഉണ്ടെങ്കിൽ പക്ഷേ നമുക്ക് ഇതിനകത്ത് ഒരു ബൈ ഡിഫോൾട്ട് ഒരു ഫീച്ചർ ഉണ്ട്, എക്സ്റ്റൻഡ് റാം. വിവോയുടെ മിക്ക ഫോൺസിലുള്ള ഒരു ഫീച്ചറാണ് എക്സ്റ്റൻഡ് റാം എന്നുള്ള ഫീച്ചർ. അത് ഉള്ളത് കാരണം നമുക്ക് ഇത് ഒരു ഏകദേശം നമുക്ക് എന്താ പറയുക ഒരു 11GB പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് 3GB റാം നമുക്ക് റിസർവ് ചെയ്തിട്ട് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റാം പോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഒരു അടിപൊളിയായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് റാം കാണിക്കാൻ പറ്റും.
സോ 2.16 GB ഹാസ് ബീൻ യൂസ്ഡ് 8 + 3 GB ഇൻ ടോട്ടൽ കേട്ടോ റാം കാണിക്കുന്നത്. എക്സ്റ്റൻഡർ റാം എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ് നമുക്കിതിന് ഉള്ളതാണ്. പിന്നെ UFS സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു പ്യുവർ ഗെയിമർ ഗെയിമിംഗ് സെഗ്മെൻറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ആണെങ്കിൽ സ്റ്റിൽ ഞാൻ പറയും പോക്കോ X3 Pro തന്നെയാണ് ബെറ്റർ. ബിക്കോസ് സ്നാപ്ഡ്രാഗൺ 860 വെച്ച് വരുന്നുണ്ട്. അതുമാത്രമല്ല UFS 3.1 സ്റ്റോറേജാണ്, LPDDR4X ആണ് റാം വരുന്നത്. സോ ആ ഒരു സെഗ്മെൻറ്റ് മാത്രമേ ഞാൻ പ്യുവർലി ഗെയിമിംഗ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നിൽക്കും കേട്ടോ. നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചിട്ട് നമുക്ക് പബ്ജിയും COD കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കണ്ടിന്യൂസ് കളിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു എക്സാക്റ്റ് കാര്യം പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻഷ്യൽ ഇംപ്രഷൻ പറയണമായിരിക്കും, ചിലപ്പോൾ ഒരു ഫുള്ളായിട്ട് നിങ്ങൾ എടുക്കേണ്ട എന്നാലും ഏകദേശം ഞാൻ പറയാം. കാരണം 860 ഉണ്ട്, അതുമാത്രമല്ല നല്ല രീതിയിൽ UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്, ആ കാര്യം കിട്ടും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട് X3 Proയ്ക്കകത്ത്. പിന്നെ അത് മാത്രമല്ല UFS 3.1 സ്റ്റോറേജ് 860 ആണ് വരുന്നത്, 2.96 വരുന്നുണ്ട് ക്ലോക്ക് സ്പീഡ്. ലിക്വിഡ് കൂളിംഗ് രണ്ടിനും ഓബ്വിയസ്ലി ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറാസ് ഇട്ട് വരാം. സോ ഇതിൻ്റെ ക്യാമറാസ് വരുമ്പോൾ ഓക്കെ, സോ ഇതിൻ്റെ ക്യാമറാസ് വരുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്നത് സാംസങ്ങിൻ്റെ ഐസോസെൽ GW3 സെൻസറാണ് വരുന്നത്. സോ ഞാൻ പറയുന്നത് നല്ലൊരു സെൻസറാണെന്ന് വേണം സാംസങ്ങിൻ്റെ ആ സെൻസറിന് പറയാൻ കാര്യം. കാരണം ഒരു 64 MB f1.8 26mm ഉള്ളൊരു സെൻസറാണ് വരുന്നത്. നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കും. ഞാനൊരു ക്യാമറ റിവ്യൂ ചെയ്തിട്ടാണ് ഞാനൊരു എക്സാക്ട്ലി ഒരു കൺക്ലൂഷൻ പറയുള്ളൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ കണ്ടിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ അൾട്രാവൈഡ് തന്നെ 8 MB ഒരു അൾട്രാവൈഡാണ് നമുക്ക് വരുന്നത്. അതൊരു 120° ഫീൽഡ് ഓഫ് വ്യൂ വരുന്നു. പിന്നെ ഒരു f2.2 അപ്പേച്ചറാണ് വരിക, 120° ഫീൽഡ് ഓഫ് വ്യൂ. പിന്നെ ഒരു 2 MB നമുക്ക് ആവശ്യത്തിന് മാക്രോ ക്യാമറകൾ വരുന്നുണ്ട്. 2 MB അത് നമുക്ക് നെഗ്ലിജിബിൾ ആണ്. പിന്നെ അത്രയ്ക്ക് നിങ്ങൾ മാക്രോ ഷോട്ട്സ് എടുക്കുകയാണെങ്കിൽ ഉണ്ടോ സൂപ്പർ മാക്രോ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 64 MB ഡെഡിക്കേറ്റഡ് മോഡ് വരുന്നുണ്ട്. പിന്നെ പനോരമ ലൈവ് ഫോട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിലൊക്കെ കണ്ടുവരുന്നത് നമുക്ക് മീൻസ് ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് 1 സെക്കൻഡ് പുറകിലും 1 സെക്കൻഡ് മുമ്പിലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കും. പിന്നെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പ്രോ മോഡ് എല്ലാം മാനുവലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ് ഇപ്പം കാണാൻ പറ്റും. അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ് എല്ലാം മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. പിന്നെ ബാക്കി ഞങ്ങൾ AR സ്റ്റിക്കേഴ്സ് ഡോഗ് വലിയ കാര്യമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ റെസൊല്യൂഷൻ നമുക്ക് മാക്സിമം എത്ര കിട്ടുമെന്ന് നോക്കാം. സോ 4K കിട്ടുന്നുണ്ട്. 4K at 60 FPS കിട്ടുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് കണ്ടോ. 4K at 60 FPS നമുക്ക് റെക്കോർഡിങ് ഈ ഒരു സെഗ്മെൻറ്റിൽ 4K at 60 FPS നല്ലൊരു കാര്യമാണ്. അത് കിട്ടുന്നുണ്ട് നമുക്ക് റെക്കോർഡിങ് 4K at 60 FPS. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ IQ7 ലെജൻഡൊക്കെ നോക്കിയപ്പോൾ ഇതിനകത്തൊരു സ്റ്റഡി മോഡ്, നമ്മുടെ സൂപ്പർ സ്റ്റഡി മോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് മോഡ്സൊക്കെ ഉണ്ട്. നമുക്കിത് നോക്കാം, ജസ്റ്റ് ഒന്ന് നോർമൽ ആക്കട്ടെ. ഓക്കെ, ഫ്രെയിം റേറ്റ് 30 FPS. ഓക്കെ ഉണ്ടോ, നമുക്ക് 3 മോഡ്സ് ഇട്ടിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്, സിവിലൈസേഷൻ, അൾട്രാ സ്റ്റേബിൾ. അപ്പോൾ നിങ്ങൾക്ക് നല്ല വ്ളോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും സ്റ്റാൻഡേർഡ്, അൾട്രാ സ്റ്റേബിളിലൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് മൂവി ഫ്രെയിം, ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ മൂവി എടുക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് ഫ്രെയിം മിസ്സാക്കില്ല. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ രീതി വരാൻ വേണ്ടി മൂവീസ് എന്നൊരു മോഡുണ്ട്. അതിനകത്ത് കണ്ടോ, എടുത്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടോ ആ മേളത്തെ 2 ഭാഗമായിട്ട് കറക്റ്റ് എക്സാക്റ്റ് ഒരു മൂവിയിൽ ഫ്രെയിം ഉണ്ടോ. ഇങ്ങനെ നമ്മൾ ഈ പനോരമ ഷോട്ട്സൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അതിനകത്ത് കുറേ പോർട്രേറ്റ് മോഡ്സ് ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, എഫക്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഫിൽട്രേഡ് എഫക്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോർട്രേറ്റ് മോഡ്സും ഉണ്ട് കണ്ടോ. എക്സാക്ട് പോർട്രേറ്റ്സ് മോഡ്സ് നമുക്ക് മെയിൻ കാര്യം വെച്ചാൽ നമുക്ക് സ്റ്റൈൽ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. നാച്ചുറൽ, വിൻറ്റേജ്. നമുക്ക് UI എന്ന് പറഞ്ഞാൽ IQ7 ലെജൻഡിൽ വന്ന UI ആണ്. ഞാൻ ഓൾറെഡി IQ7ൻ്റെ റിവ്യൂവും ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. സോ സെയിം UI കണ്ടിട്ട് തന്നെ എക്സാക്റ്റ് സെയിം തന്നെയാണ് തോന്നുന്നത്. സെയിം ഫീച്ചേഴ്സാണ് ക്യാമറയിൽ വന്നിരിക്കുന്നത്. സോ 64 MB ക്യാമറ, 8 MB അൾട്രാവൈഡ്, 2 MB മാക്രോ. പിന്നെ ഫ്രണ്ടിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ വാട്ടർ ഡ്രോപ്പ് നോച്ചിനകത്തുള്ളത് 16 MB f2.2 അപ്പർച്ചറുള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ബാക്കിയാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സൈഡിലാണ്. നമുക്ക് ജസ്റ്റ് അത് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് എൻ്റെ സ്പീഡ് കാണിച്ചു തരാം. സോ ഗൈസ്, ഞാനിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ട് എൻ്റെ ഫാസ്റ്റ് കാണിച്ചാൽ 3, 2, 1 ഗോ. പക്ക ഫാസ്റ്റ് ആണെന്നല്ലോ. ഓക്കെയുടെ 3, 2, 1 ഗോ. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോഡ് CE5G, ദാറ്റ് മീൻസ് 22 നമുക്ക് നോഡ് CE5G വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലോവർ വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സെഗ്മെൻറ്റ് അധികം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് 25K ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കുക, 8 പക്ഷേ മറ്റേ പഴയ നോഡ് കിട്ടിയപ്പോഴും 664 എന്നുള്ള വേരിയൻറ്റ് അവർ കാണിച്ച് ലാസ്റ്റാണ് സെയിൽ വന്നത്. അതേപോലെ തന്നെ ഇപ്പോഴും വരാൻ 25K വേരിയൻ്റ് ആയിരിക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് LCD വരും, പക്ഷേ അത് AMOLED വരുന്നുണ്ട്. പക്ഷേ 90 Hz ആണ്, 120 Hz ആണ്. പക്ഷേ 90, 120 നോക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യണം AMOLED ആയിരിക്കും. കാരണം എന്തായാലും റീഫ്രഷ് റേറ്റ് ഉണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു സ്ക്രോളിംഗ് റീഫ്രഷ് റേറ്റ് ഉണ്ട്, 90 Hz ഉണ്ട്, ഓക്കെയാണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന AMOLED ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്ന അതിൻ്റെ ഒരു ചിപ്പ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 750 5G ആണ് ചിപ്പ് വരുന്നത്. അപ്പോൾ അതൊരു 8 നാനോമീറ്ററും ഇതൊരു 7 നാനോമീറ്റർ. പക്ഷേ അത് നമുക്ക് കയ്യിൽ കിട്ടിയതിൻ്റെ പെർഫോമൻസ് നോക്കിയാലേ കേസ് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് വലിയൊരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട്.
വെച്ചിട്ട്. പിന്നെ അത് മാത്രമല്ല അതൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഒക്കെ വെച്ച് വരുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു അതും 16 MB തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല അതും ഒരു 64 MBയുടെ മെയിൻ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് f1.8 വരുന്നൊരു മെയിൻ ക്യാമറ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതൊരു അഡ്വാൻറ്റേജ് ചിലർക്ക് ഈ സൈഡ് ഫിംഗർ പ്രിൻറ്റ് അത്ര ഇഷ്ടമല്ലാത്ത ചിലരുണ്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം അത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്. പക്ഷേ കീപ്പ് ഇൻ മൈൻഡ് ഒപ്റ്റിക്കലാണ്. അല്ലാണ്ട് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്സ് പോലെ അൾട്രാസോണിക് 3D അല്ല 2D ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരിക. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പറയാം. ഇത് സൈഡെന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് വെച്ചാൽ 4400 mAh ബാറ്ററി വരുന്നത്. ഇപ്പോൾ നമുക്ക് നോഡ് C 5G നോക്കുവാണെങ്കിൽ അതിനകത്ത് 4500 mAh ബാറ്ററി വരുന്നത്. പക്ഷേ ഇതിൻ്റെ മെയിൻ കാര്യം ഇതിൻ്റെ കൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 66 വാട്ടിൻ്റെ ചാർജറാണ് ഗൈസ്. നമ്മുടെ IQ7ഉം IQ7 ലെജൻഡിനൊക്കെയാണ് ഈ ചാർജർ വന്നുകൊണ്ടിരുന്നത്. സോ ഒരു ബൾക്കായിട്ട് ചാർജർ ഉണ്ടാക്കണം കൊടുത്തു വിട്ടവരുടെ പിള്ളേരെന്ന് പറഞ്ഞ പോലെ നമ്മുടെ IQ Z3ക്കും ഈ സെയിം ചാർജർ തന്നെ അവർ കൊടുത്തു. അപ്പോൾ അതിന് ഗ്ലാഡ് അവർ നല്ലൊരു കാര്യമാണ്. സാധാരണ കമ്പനീസ് സപ്പോർട്ട് ചെയ്യണേക്കാളും കുറഞ്ഞ ചാർജറാണ് ഇപ്പോൾ കൊടുക്കുകയെങ്കിൽ ഇവർ കൂടിയ ചാർജർ കൊടുത്തു. ഇനി നിങ്ങളെങ്ങനെ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി. എനിവേസ് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയും. സോ എനിവേസ് 66 വാട്ട് ചാർജറുണ്ട്. 55 വാട്ടാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ നേരെ നോഡിട്ട് വരുവാണെങ്കിൽ നോഡിൻ്റെ വെച്ച് കഴിഞ്ഞാൽ 30 വാട്ട് ചാർജറാണ് വരുന്നത്. സോ 30T വാർപ്പ് ചാർജ് നമുക്ക് നോഡിൻ്റെ OnePlus എന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ 5G ബാൻഡ്സ്. ഇപ്പോൾ ഇത്രയ്ക്ക് ഹൈപ്പ് കൊടുത്ത് 5G എന്ന് പറഞ്ഞിട്ട് 5G ബാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം 2 ബാൻഡ്സ് ഉണ്ട് ഗൈസ്. കൂടുതൽ പറയാനൊന്നുമില്ല. N78ഉം N77 ആയിട്ടുള്ള 2 ബാൻഡ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് നോഡ് C ദാറ്റ് മീൻസ് നോഡ് കോർ എഡിഷൻ ആണ് നോഡ് C എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുവാണെങ്കിൽ ആകെ N78 മാത്രമാണ് വരിക. പിന്നെ ഒരു മെയിൻ കാര്യം ഇതിനകത്ത് വിവോയുടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫൺ ടച്ച് ചോയ്സ് ആണ് ഗൈസ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. സോ എബൌട്ട് ഫോൺ IQ ഫൺ ടച്ച് ചോയ്സ് ആണ് ഇപ്പോൾ കിടക്കുക കേട്ടോ. Android 11 ബേസ്ഡാണ് ഫൺ ടച്ച് OS കിടക്കുന്നത്. സോഫ്റ്റ് വേർഷൻ ഫൺ ടച്ച് OS 11.1 ആണ് ഇപ്പോൾ കറൻ്റ്ലി കിടക്കുന്ന സാധനം. ഓക്കെ. പിന്നെ പക്ഷേ നമുക്കിപ്പോൾ എനിക്ക് UI അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ പണ്ടത്തെ ഒരു ബ്ലോട്ട്വെയർ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഉണ്ട് മോജ്, ഷെയർ ചാറ്റ്, സ്നാപ്പ് ചാറ്റ് അങ്ങനെ കുറച്ച്. പക്ഷേ അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നോക്കട്ടെ. അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് ബ്ലോട്ട്വെയർസ് പക്ഷേ സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ബ്ലോട്ട്വെയർ കുറവാണ്. എന്നാലും സ്റ്റിൽ ബ്ലോട്ട്വെയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ ബ്ലോട്ട്വെയർസ് ഉണ്ട്. അത് MX ടക്കാട്ടൊന്നും വേണ്ട എനിക്ക്. ഓക്കെ ഉണ്ടോ അപ്പോൾ അത്യാവശ്യം. പിന്നെ ഡെയിലി ഹണ്ട് കിടന്നോട്ടെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 3-4 ഉണ്ടാവുള്ളൂ കുഴപ്പമില്ല. അത് ബ്ലോട്ട്വെയർസ് എന്ന് പറയുകയാണെങ്കിൽ ആഡ് ചെയ്യും. എന്നാലും സ്റ്റിൽ ഓക്കെ. പക്ഷേ നമ്മുടെ നോഡ് ദാറ്റ് മീൻസ് നമ്മുടെ OS ഓൾവേസ് അടിപൊളിയാണ്. സോ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ചും പ്രിഫറൻസ് തന്നെ OS ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഇഷ്ടം മൈ ഫേവറേറ്റ് വെച്ച് 1UI ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റാണ് എനിക്ക് OS വരുന്നത്. പിന്നെയാണ് ഞാൻ ബാക്കിയുള്ളതായിട്ടൊക്കെ പോകാറ്. അപ്പോൾ UI ബേസ്ഡ് കുറച്ചുകൂടെ നല്ല OS ആയിരിക്കും. പിന്നെ അവരുടെ റിഫൈൻമെൻറ്റ് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു AMOLED അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കിട്ടും. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ ഇതിന് നമ്മുടെ നോഡിന് 3.5mm ഹെഡ്ഫോൺ ജാക്ക് അത് ഒരു ഹൈപ്പായിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. സോ അത്രയാണ് മെയിൻ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ നിങ്ങൾ അർജൻറ്റായിട്ട് ഇപ്പോൾ തന്നെ ഒരു ഫോൺ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇനിഷ്യൽ ഇംപ്രഷനിൽ ഞാൻ പറയാനില്ല. എന്നാലും ഒരു ഐറ്റം വരാനുണ്ട് ഗൈസ്. നമ്മുടെ MI 11 Lite 5G എന്ന് പറഞ്ഞൊരു മോഡൽ വരാനുണ്ട്. അത് നമുക്ക് പുറത്തൊക്കെ ലോഞ്ച് ചെയ്തൊരു മോഡലാണ്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ വന്നുണ്ട്. ഇപ്പോൾ തന്നെ വരും. അപ്പോൾ അത് വന്നാലും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണ് എൻ്റെ ഒരു നിഗമനം. അറ്റ്ലീസ്റ്റ് ഒരു AMOLED ഡിസ്പ്ലേ എന്തായാലും ഉണ്ടാകും. ഒരു അപ്രോക്സിമേറ്റ്ലി വെച്ചിട്ട് ഒരു 90 Hz അല്ലെങ്കിൽ 120 Hz ആയിരിക്കണം. 90 ആയിരിക്കണം മിക്കവാറും. പിന്നെ അത് മാത്രമല്ല നമുക്കൊരു സ്നാപ്ഡ്രാഗൺ 780 5G അല്ലെങ്കിൽ ഒരു 750 to 768 ആ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു അത് വരുന്നത്. 2.4 2.8 ഒക്കെ ആയിരിക്കും മാക്സിമം ക്ലോക്ക് സ്പീഡ്. എന്തായാലും 64 MB ഇപ്പോൾ ഒരു ഉദാഹരണം 64 MB ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. നമുക്ക് ഏകദേശം ഒരു Note 10 Pro Maxൻ്റെയും ഒരു പോക്കോ X3യുടെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടൊരു സെഗ്മെൻ്റ് ആയിരിക്കും വരാൻ പറ്റുക Note 10 MI 11 Lite 5G. കാരണം MI 11X നല്ലായിരുന്നു. നല്ലൊരു മോട്ടർ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു സെറ്റാണ് MI 11X 32K സെഗ്മെൻറ്റ്. പക്ഷേ IQ7 വന്നതിനെ അടിച്ചു കളഞ്ഞു. കാരണം ഡുവൽ സിപ്പൊക്കെ വച്ച് വന്നിട്ട് OIS ക്യാമറ വന്നു. അപ്പോൾ അത് കാരണം കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് MI 11X IQ7 ആയിരുന്നു. ആ സെഗ്മെൻറ്റ് അങ്ങ് പോയതാണ്. സോ അത്രയാണ് കാര്യങ്ങൾ. സോ MI 11 Lite 5G കൂടെ ഇറങ്ങിയിട്ട് തീരുമാനിക്കുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അർജൻറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ പറയും കുഴപ്പമില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു. ഞാൻ അധികം ഡീലായിട്ട് പറയുന്നത് ഞാനൊരു റിവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ തരാം. ഞാൻ ഇതിൻ്റെ നമ്മുടെ പോക്കോ X3 Pro, Note 10 Pro Max, Iqoo Z3 5G, നോഡ് C 5G, MI 11 Lite 5G ഇത് ഈ 5 സെറ്റ്സിനോട് ഒരു മാക്സിമം കമ്പാരിസൺ എൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞുതരാം. സോ ഇത് നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ നമുക്കൊരു ക്യാമറ റിവ്യൂ, പിന്നെ ഒരു ഗെയിമിംഗ് റിവ്യൂ, പിന്നെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ്, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പോലെ ഞാനൊരു കൺക്ലൂഷൻ പറഞ്ഞുതരാം. എൻ്റെ കംപ്ലയിൻസും ഫോൾട്സും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കാര്യങ്ങളും. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. സൈനിങ് ഓഫ്. ദിസ് ഈസ് ഫോൺ മാനിയ.